الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. അഭിനന്ദനായ അധ്യക്ഷൻ, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ മല്ലകി അവർകളെ, വേദിയിൽ പ്രതിഷ്ഠരായ സയ്യിദന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഈ മുബാറക്കായ മജ്‌ലിസിൽ സന്നിഹിതരായ സഹോദരന്മാരെ, പണ്ഡിത മഹത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം കബൂലാക്കുമാറാവട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറിയായി സംസ്ഥയുടെ എല്ലാ സാരഥ്യവും വഹിച്ചിരുന്ന മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ശംസുൽ ഉലമയുടെ ലോകം എന്ന ഒരു ദേശീയ സെമിനാറിലാണ് നമ്മളുള്ളത്. മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിനന്ദനായ പ്രസിഡന്റ് മഹാനായ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുകോയ തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ സംഘത്തെ നയിക്കാനുള്ള എല്ലാ കഴിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുക. അവരിവിടെ ശംസുൽ ഉലമയെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി തന്നെ. തൻ്റെ ജീവിതം മുഴുവനും പരിശുദ്ധമായ ദീനിനു വേണ്ടി എല്ലാ സന്ദർഭവും ഉപയോഗപ്പെടുത്തിയ മഹാനായിരുന്നു മഹാനായ ശംസുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നേതൃനിരയിൽ തൻ്റെ ജീവിതം മുഴുവനും അർപ്പിച്ച മഹാനായ ശംസുൽ ഉലമ അവരിവിടെ നമുക്ക് പകർന്നു തന്ന ആ ആത്മീയ വെളിച്ചം, അത് അവസാന നാൾ വരെ ഇത് അവിടെ അത് കെടാതെ സൂക്ഷിക്കാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ ആ പാതയിലൂടെ ചലിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയുമുള്ള ഒരു സമസ്ത, അതാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. അതിന് മുമ്പെയുള്ള മഹാനായ ഉലക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു ബർക്കത ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇങ്ങനെ മഹാരഥന്മാരായ ഒരുപാട് അല്ലാഹുവിൻ്റെ ആരിഫ്യങ്ങൾ, ഔലിയാക്കൾ, സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും അതുപോലെ തന്നെ മഹാരഥന്മാരായ ഒരുപാട് മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാർ, അവർ നേതൃത്വം നൽകിയ നമ്മുടെ ഈ പണ്ഡിത സഭാ സംസ്ഥകളെ ജമിയത്തുൽ ഉലമ, അത്
പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നേർരേഖയാണ്. ആ രേഖയാണ്, മുസ്തഖീമായ ആ മാർഗമാണ് മഹാന്മാർ നമുക്ക് പകർന്നു തന്നത്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആ മഹിതമായ ആ പാത. അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്തിലൂടെ താബിയിലൂടെ നമ്മൾക്ക് അനുസൂത നമ്മിലേക്ക് പകർന്നു കിട്ടിയ ആ മാർഗം, അതിന് ഒരു പോറലുമേൽക്കാതെ അത് ഇവിടെ നിലനിൽക്കാൻ നമ്മളൊക്കെ നമ്മുടെ ഈ സംഘടനയായ സംസ്ഥകളെ ജമിയത്തുൽ ഉലമയിൽ അടിയുറച്ചുകൊണ്ട് അതിൻ്റെ കാവലാളുകളായി അതിനെ പരിപോഷിപ്പിക്കാൻ നമ്മളൊക്കെ മുൻപന്തിയിലുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൻ്റെ കാവലാളുകളായി അതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിൻ്റെ വാഹകരായി, അത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിലൂടെ മുന്നേറിക്കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ശക്തി പകരാൻ നമുക്കത് വളരെയധികം ശ്രദ്ധയോടുകൂടെ മുന്നേറണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി മഹാനായ ശംസുൽ ഉലമയുടെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. അവിടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസവും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ എല്ലാ രോഗവും അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. നമ്മുടെ സംഘടനയെ അല്ലാഹു തആല പൂർവ്വപരി ശക്തിയിലാക്കി തരട്ടെ. നമ്മെ ഏവരെയും അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.